ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ഒരുപക്ഷേ അമേരിക്കയ്ക്ക് പോലും കഴിഞ്ഞെന്ന് വരില്ല. അതും ഇക്കാലത്ത് ഇങ്ങനെയൊരു നീക്കം. രാജ്യത്തിനെതിരായ ഏതൊരു നീക്കത്തിന്റെ സംശയം പോലും ഉണ്ടായാൽ അവിടെ ഇടപെടാൻ ഇന്ത്യൻ സൈന്യത്തിന് സെക്കൻഡുകൾ മാത്രം മതി. ഒരുപക്ഷേ രാജ്യത്തെ ബാധിക്കുമായിരുന്ന ഒരു സംഗതിയുടെ ചുരുളഴിച്ചിരിക്കുകയാണ് സൈന്യം. അനുമതിയില്ലാതെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച കേസിൽ കോട്ടയത്ത് ഇസ്രയേലി സ്വദേശി പിടിയിലായതോടെയാണ് സൈന്യത്തിന്റെ ഇടപെടൽ വീണ്ടും ചർച്ചയാകുന്നത്. ഇസ്രായേൽ സ്വദേശിയായ ഡേവിഡ് എലി ലിസ്ബോണ എന്നയാളെയാണ് സാറ്റലൈറ്റ് ഫോണുമായി പോലീസ് പിടികൂടിയത്. ഇസ്രായേലിൽ നിന്ന് കുമരകത്തെത്തിയ ഇയാൾ അവിടെ നിന്ന് തേക്കടിയിലേക്ക് ഭാര്യയുമായി പോകുന്ന യാത്രാമധ്യേ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഫോണാണ് ഉപയോഗിച്ചത്. ഇന്റലിജൻസ് വിഭാഗം മുഖേനയാണ് പോലീസിന് വിവരം ലഭിച്ചത്. പിന്നാലെ ഇയാളെ മുണ്ടക്കയത്ത് വെച്ച് പിടികൂടി. ഇന്റലിജൻസും എൻ ഐ എ ഉദ്യോഗസ്ഥരും റിപ്പീറ്റ് ഇന്റലിജൻസും എൻ ഐ എ ഉദ്യോഗസ്ഥരും പോലീസും ചോദ്യം ചെയ്തു. സാറ്റലൈറ്റ് ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റു നിയമ നടപടികൾക്ക് ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണത്തിൽ മുണ്ടക്കയം മേഖല കേന്ദ്രീകരിച്ച് സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിക്കുന്നതായി കണ്ടിരുന്നു. തുടർന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം ജില്ലാ അതിർത്തിയിൽ സ്വകാര്യ ടാക്സിക്കാറിൽ യാത്ര ചെയ്ത ഇരുവരെയും മുണ്ടക്കയം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയതാണെന്നും സ്ഥലപരിചയം കുറവായതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്താനാണ് ഫോൺ ഉപയോഗിച്ചതെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതിന് നിരോധനമുള്ള കാര്യം അറിയില്ലായിരുന്നെന്നും ഇവർ പറഞ്ഞു. ഫോൺ പരിശോധിച്ചതിൽ മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കാതെ ഇവരെ വിട്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇസ്രയേലിൽ നിന്നും കുമരകത്തെത്തിയ ഇയാൾ അവിടെ നിന്ന് തേക്കടിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം പോകുന്ന വഴിയിലാണ് പിടിയിലായത്. ഇന്റലിജൻസും പോലീസും ഇയാളെ ചോദ്യം ചെയ്തിരുന്നു. ആലപ്പുഴയിലെത്തിയ ഇയാൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതോടെ ആർമിയുടെ ടെലികോം വിഭാഗം അനധികൃത സിഗ്നൽ കണ്ടെത്തുകയായിരുന്നു. ഇസ്രായേലി പൗരൻ ദുബായിൽ നിന്നാണ് ഫോൺ വാങ്ങിയത്. മലയിലും കാട്ടിലും പോകുമ്പോൾ ഉപയോഗിക്കാനായാണ് വാങ്ങിയതെന്നാണ് വിശദീകരണം. തുറായ കമ്പനിയുടേതായിരുന്നു സാറ്റലൈറ്റ് ഫോൺ. കേരളത്തിൽ ഇന്റർനെറ്റ് ദുർബലമായതിനാൽ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് വിളിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇസ്രയേലിന്റെ പൗരത്വത്തിനൊപ്പം ജർമ്മൻ പൗരത്വവും കൂടി ഉള്ളതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് പറയുന്നത്.